പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റിവൈവൽ ഗോസ്പൽ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ നിന്നാകുന്നു. അവിടെ നമ്മൾ കാണുന്നത് വാക്യം: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ചമ്പരന്ന് പോകും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാകുന്നു യെശയ്യാ പ്രവചനം 41 അധ്യായത്തിൽ ഉടനീളം നാം വായിക്കുമ്പോൾ കാണുവാനിടയാകുന്നത്. ഇത് നമ്മുടെ എല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ എത്രയോ അവസരങ്ങളിൽ നാം ക്ഷീണിച്ചിരിക്കുമ്പോൾ, നാം പ്രയാസത്തിലും കഷ്ടത്തിലും വേദനയിലുമായിരിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മോട് സംസാരിച്ച ഒരു വചനമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നമ്മൾ ഈ വചനത്തിൻ്റെ പുറകിലോട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇത് കോരേശിനെ സംബന്ധിച്ചാണ്. ആദ്യത്തെ 41 അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ കാണുന്നത് പേർഷ്യൻ രാജാവായിരുന്ന കോരേശിനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. കാരണം ദൈവത്താൽ ഭരണത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് കോരേശ്. ദൈവിക ഹിതപ്രകാരം കടന്നു വന്ന വ്യക്തിയാണ് കോരേശ്. തൻ്റെ ജീവിതത്തിൽ, തൻ്റെ രാജാവായിരിക്കുന്ന സമയങ്ങളിൽ ഏതെല്ലാം ജാതീയ രാജാക്കന്മാരുണ്ടോ അവരെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് തനിക്ക് മുന്നേറി സകലത്തെയും കീഴ്പ്പെടുത്തുവാനും മുന്നേറി അനേക രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുവാനൊക്കെ ദൈവം അവസരം കൊടുത്തു. താൻ ദൈവത്താൽ എഴുന്നേറ്റ് വന്ന ഒരു രാജാവായിരുന്നു കോരേശ്. എന്നാൽ ദൈവം ഇവിടെ ചോദിക്കുന്നത്, ഈ 41 അധ്യായം മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരുവനെ ഞാൻ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരുന്നു. എന്നാൽ ജാതികൾ ഇതിനു മുന്നേ ജാതീയ വിഗ്രഹങ്ങൾക്കോ ദേവന്മാർക്കോ ഇത് വെളിപ്പെട്ട് വന്നിട്ടുണ്ടോ? ഞാനാണ് അവനെ കിഴക്ക് നിന്ന് കൊണ്ടുവന്നത് എന്നും ഒക്കെ ദൈവവചനത്തിൽ നമ്മൾ ഈ 41 അധ്യായം വായിക്കുമ്പോഴൊക്കെ കാണുവാനിടയായിത്തീരുന്നു. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തതാകുന്ന യാക്കോബിനോട്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നതാണ് 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ പറയുന്നുണ്ട്, നീയോ എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതി, നീ എൻ്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വ്യക്തമായിട്ട് സംസാരിക്കുന്നതാണ് കാണുന്നത്. ഞാൻ തിരഞ്ഞെടുത്ത ഒരു രാജാവാകുന്നു കോരേശെന്നും, അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ ഈ കോരേശാകുന്നു പിൽക്കാലത്ത് തിരികെ അവരുടെ അടിമത്തത്തിൻ്റെ അവസ്ഥകളിൽ നിന്നും മോചിപ്പിച്ച് അവരുടെ സ്വന്തം ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ പറഞ്ഞു വിടുവാൻ ഇടയായിത്തീർന്ന രാജാവ്. അങ്ങനെ ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യനാണ് കോരേശെന്ന് നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. എന്നാൽ ദൈവം പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം ഒന്നും ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്തെല്ലാം പ്രതിസന്ധികൾ വന്നു ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ. അവരെ അടിമകളായി പലവട്ടം പിടിച്ചുകൊണ്ട് പോകാനൊക്കെ ഇടയായിത്തീർന്നു. പല രാജാക്കന്മാർക്ക് അവരടിമകളായി പോയി, അവരുടെ തലമുറ അടിമകളായി പോകുവാനിടയായിത്തീർന്നു. അവരുടെ ജീവിതത്തിൽ കഷ്ടവും ഞെരുക്കവും പ്രയാസവും ഒക്കെ ഉണ്ടാകുവാനിടയായിത്തീർന്നു. എന്നാൽ ദൈവം ഒരു ജാതീയ രാജാവിനെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ ഹൃദയത്തെ മാറ്റിമറിച്ച് ഈ ജനത്തിനൊരു സ്വാതന്ത്ര്യം കൊടുക്കുവാനിടയായിത്തീർന്നതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതെല്ലാം അടിമത്തത്തിൽ സാത്താൻ നമ്മെ കൊണ്ടുപോകാൻ നോക്കിയാലും ദൈവം അവിടെ നിന്ന് അവൻ്റെ കരത്തിൽ നിന്ന് പിടിച്ച് നമ്മളെ സ്വാതന്ത്ര്യമാക്കുന്നൊരു കരമാണ് നമ്മുടെ ദൈവത്തിൻ്റെ കരം. നമ്മുടെ ദൈവത്തിൻ്റെ കരം ഉള്ളതിനാൽ നമ്മൾ ഭ്രമിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിൻ്റെ ദൈവമാകുന്നുവെന്ന്. ഈ വിഗ്രഹങ്ങൾക്കൊന്നും ഈ ജനത്തെ വിടുവിപ്പാൻ കഴിഞ്ഞില്ല. അനേകം ജാതീയ രാജാക്കന്മാരും ജാതികളും ചുറ്റുപാടും താമസിക്കുമ്പോഴുമൊക്കെ ഈ ഇസ്രായേലിന് ചുറ്റും ജാതികൾ താമസിക്കും. അവരെയൊക്കെ എന്തോ ചെയ്യുന്നു? കീഴ്പ്പെടുത്തുവാനിടയായിത്തീർന്നു. കോരേശ് വന്ന് കീഴ്പ്പെടുത്തുവാനിടയായിത്തീർന്നു. എന്നാൽ ദൈവജനത്തിനൊരു ഉറപ്പുണ്ട്, തങ്ങളെ ഇനിയും കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. കാരണം ദൈവം അവർക്ക് രാജാവായി എഴുന്നേറ്റ് വന്നിരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ കരം തൻ്റെ മക്കൾക്ക് വേണ്ടി നീട്ടുന്നതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ആ വാക്യം താഴോട്ടൊക്കെ വരുമ്പോൾ പറയുന്നുണ്ട്,
എൻ്റെ വലം കൈ നീട്ടി ഞാൻ നിന്നെ പിടിച്ചിരിക്കുന്നുവെന്ന് കാണുവാനൊക്കെ സാധിക്കുന്നുണ്ട്. 12-13 വാക്യത്തിലൊക്കെ വരുമ്പോൾ കാണുന്നത്, നിനക്കെതിരെ ആര് യുദ്ധം ചെയ്താലും ജയിക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ദൈവികമാകുന്ന വാക്തത്വങ്ങളാണ്. യാക്കോബിന് ദൈവം കൊടുത്ത വാക്തത്വങ്ങളായിരുന്നു ഇതെല്ലാം. എന്നാൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് ദൈവമേ മുന്നമേ അറിയിച്ചിരുന്നെങ്കിലും അതൊക്കെ അവരുടെ ജീവിതത്തിൽ, ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനിടയായി തീർന്നു. എന്നാൽ ദൈവം അവർക്കൊരു വിടുതൽ കൊടുക്കാനിടയായി തീർന്നു. എപ്പോൾ ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ദൈവസന്നിധിയിലേക്ക് അവർ ദൈവവഴി വിട്ടു പോകുമ്പോൾ അവർ അടിമത്തത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകാനിടയായി തീർന്നിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കണം. എപ്പോഴൊക്കെ നമ്മൾ ദൈവവഴി വിട്ടു പോകുന്നോ അപ്പോൾ ദൈവം ചില അടിമത്തത്തിൻ്റെ അവസ്ഥകൾ, ഇരുട്ടിൻ്റെ അവസ്ഥകളിലേക്ക് നമ്മെ തള്ളിവിടുവാനിടയായി തീരും. എന്നാൽ എപ്പോൾ ഹൃദയം തിരിഞ്ഞ് മനസ്സ് തിരിഞ്ഞ് സർവശക്തനാകുന്ന കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുമോ അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം നിനക്കൊരു സ്വാതന്ത്ര്യം തരുവാനിടയായി തീരും. അതുകൊണ്ടാകുന്നു ദൈവം പറയുന്നത്, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട. ജീവിതത്തിൽ ഭയങ്ങളും വേദനകളും പ്രയാസങ്ങളും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകളും ഒക്കെ കടന്നു വരുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം എന്തോ നമ്മുടെ കൂടെയുണ്ട്. അത് നമ്മെ ഒരു നാൾ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദൈവവചനം ആകമാനം പഠിക്കുമ്പോൾ നാം കാണുന്നത് ഒരിക്കലും തള്ളിക്കളയാത്ത, ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവത്തെയാണ്. ഞാൻ നരയ്ക്കോളം നിന്നെ ചുമക്കാമെന്ന് പറഞ്ഞ ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഇങ്ങനെ ഈ വാക്യങ്ങൾ നാം താഴേക്ക് ചിന്തിച്ച് വരുമ്പോൾ കാണുന്നു, നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് കാണുന്നു. അതെ, ദൈവം പരിശുദ്ധനാകുന്നു. നമ്മുടെ ദൈവം പരിശുദ്ധനാകുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതും മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെയാക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റവയെ പറപ്പിച്ചുകൊണ്ടു, ചുഴലിക്കാറ്റവയെ ചിതറിച്ച് കളയും. നീയോ യഹോവയെ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ പുകഴും. ഈ ദൈവവചനം പറയുന്നത് വിശ്വസിക്കുവാൻ നാം തയ്യാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിൽ നമ്മൾക്ക് പൂർണ്ണമായ ആശ്രയം വെക്കാൻ തയ്യാറുണ്ടോ? ഒരു വ്യക്തി ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വെക്കുകയാണെങ്കിൽ ദൈവത്തിന് അവനെ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്, നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി ദൈവം തീർക്കും. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതിസന്ധികളെ നീ തകർത്ത് മുന്നേറുവാനിടയായി തീരും. എത്ര വലിയ പർവ്വതങ്ങൾ നിന്റെ മുമ്പിൽ നിന്നാലും അതിനെ മെതിച്ച് പൊടിക്കുവാനുള്ള ശക്തി, ദൈവികമാകുന്ന വലിയൊരു അഭിഷേകത്തിൻ്റെ ശക്തി, ഒരു പവർ, ഹോളി സ്പിരിറ്റിൻ്റെ പവർ നിന്റെ മേൽ ദൈവം തരുവാനിടയായി തീരും. ആ ഒരു ശക്തിയാൽ നിന്റെ ജീവിതത്തെ നിനക്ക് മുന്നേറുവാൻ കഴിയുമെന്നാണ് കാണുന്നത്. ഈ ലോകപ്രകാരമുള്ള ദേവന്മാർക്കോ ശക്തികൾക്കോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതവും ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവരെല്ലാം വെറും മൗനമായിരിക്കുന്ന മൂഢവിഗ്രഹങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. എന്നാൽ ജീവിക്കുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അത് സർവശക്തനാകുന്ന കർത്താവായ യേശുക്രിസ്തുവാകുന്നു. ആ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ഇന്ന് നമ്മളെ സമർപ്പിക്കുവാൻ നാം തയ്യാറാകണം. നിന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലും അത്ഭുതങ്ങളും നീ കാണുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇപ്പോൾ കടന്നു പോകുന്ന ഇരുട്ടിൻ്റെ അവസ്ഥകളിൽ നിന്ന് നിനക്കൊരു വിടുതൽ വേണമെങ്കിൽ, ഭയത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് നിനക്കൊരു വിടുതൽ വേണമെങ്കിൽ, ഇതാ ദൈവം നിന്നോട് പറയുന്നു, നീ ഭയപ്പെടേണ്ടെന്ന്. ദൈവം നീ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിനകത്ത് ദൈവശക്തിയാണ് വ്യാപരിക്കുന്നത്. അത് നിന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ഇരുട്ടിനെയും ഭയത്തെയും, നിന്റെ ചിന്തയ്ക്കകത്ത് കിടക്കുന്ന ഇരുട്ടിനെയും ഭയത്തെയും ക്ഷീണിപ്പിക്കുന്ന ആത്മാവിനെയും പുറത്താക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ഒരു വാക്കാണ് ഭയപ്പെടേണ്ട എന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് ഞാൻ ദൈവമക്കളെ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും വെല്ലുവിളികൾ വന്നാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സർവശക്തനാകുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്. അവൻ കൂടെയുണ്ടെന്ന് മാത്രമല്ല, അവൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ശക്തിയില്ലാത്തവന് ശക്തി കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. അതുമാത്രമല്ല, അവൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് നിന്നെ താങ്ങുന്നൊരു ദൈവമാണ്. ജീവിതത്തിൽ കാലിടറി വീഴുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മൾ വീഴുന്നത് ദൈവത്തിൻ്റെ ഉള്ളം കൈക്കകത്താണ് വീഴുന്നത്. ശത്രു നമ്മെ തെള്ളിയിടുന്നത് നശിക്കുവാനാ, നമ്മളെ നശിപ്പിച്ച് കളവാനാ, വേദനിപ്പിക്കുവാനാണെങ്കിലും ശത്രു നമ്മെ തെള്ളുമ്പോഴും നാം വീഴുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ ഉള്ളം കൈയിലാണ് വീഴുന്നത്. നമ്മെ അവൻ താങ്ങിയെടുക്കുന്ന ദൈവമാണെന്നാണ് ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇസ്രായേലിനോടും യാക്കോബിനോടും മാത്രമുള്ളൊരു വചനമല്ലിത്. ഇന്ന് പുതിയ നിയമവിശ്വാസികളാകുന്ന നമ്മൾ ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവിന് സംസാരിക്കാനുള്ളത്, നീ ധൈര്യമായി ഇരിക്കാനാണ്. എന്തെല്ലാം പ്രതിസന്ധി വന്നാലും നീ ധൈര്യമായി ഇരിക്കാനാണ് പറയുന്നത്. ക്ഷീണിക്കുന്ന അവസ്ഥകൾ വന്നാലും നീ ധൈര്യമായിട്ടിരിക്കുക. ഭയപ്പെടേണ്ട. പറയുന്നത് മനുഷ്യനല്ല പറയുന്നത്, മൂഢവിഗ്രഹങ്ങളല്ല പറയുന്നത്, ജീവനുള്ള ദൈവമാണ് പറയുന്നത്. ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട.
ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ദൈവം ഇതാ നിന്നോട് അരുളി ചെയ്യുന്നു. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് അടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഭയമുള്ളവരാ. ക്ഷീണിക്കുന്ന അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇരുട്ട് ഞങ്ങളെ ദൈവമേ മൂടിക്കളവാൻ തക്കവണ്ണം വരുമ്പോഴും കർത്താവെ, ഭയപ്പെടേണ്ട എന്ന നിന്റെ ഒരു വാക്ക് നിമിത്തം, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നിന്റെ വലം കൈ നീ ഞങ്ങളുടെ മേൽ നീട്ടി ഞങ്ങളെ താങ്ങുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നത് നിമിത്തം ഞങ്ങൾ ഇന്നും കർത്താവെ ഈ ഭൂമിയിൽ വിശ്വസ്തരായി നിൽപ്പാൻ ഇടവരുന്നു. കർത്താവെ, ഞങ്ങളുടെ കഴിവോ പ്രാപ്തിയല്ല, കർത്താവെ ദൈവവചനത്തിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസ്തരായി മുന്നേറുവാൻ, ദൈവത്തിൽ ആശ്രയം വെച്ച് ഭയപ്പെടാതെ ഉറച്ചു നിൽപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ള കൃപ ദൈവം ഞങ്ങളുടെ മേൽ പകരപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരോടുകൂടെ ദൈവ സാന്നിധ്യം ഇരിക്കുമാറാകണമേ. അവരുടെ ആവശ്യങ്ങളെ ദൈവം നിറവേറ്റണം, അവരെ ദൈവം പരിപാലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചന സ്വർഗം കേൾക്കിയ സ്തോത്രം. എല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പൊന്നു തിരുനാമത്തിങ്കൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.